കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു പാസ്തയുടെ റെസിപ്പിയാണ്. കുറച്ച് ചിക്കൻ ഇതുപോലെ കുരുമുളകും ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. പാസ്ത വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ച ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് എണ്ണയും കൂടി ചേർത്തിട്ട് പാസ്തയും അതിലിട്ടൊന്ന് വേവിച്ചെടുക്കണേ. ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് 2 തക്കാളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടൊന്ന് വേവിക്കാം. അപ്പം വേവിച്ച പാസ്തയെ ഒന്ന് ഊറ്റി മാറ്റി വയ്ക്കാമേ. 3 വറ്റൽമുളകും കൂടി ഇട്ട് അതൊന്ന് വേവിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ചിക്കൻ വേവിച്ച വെള്ളവും കൂടി ചേർത്തൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. നല്ല പേസ്റ്റ് പരുവത്തിനൊന്ന് അടിച്ചെടുക്കാമേ. അതേ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് ചേർത്തിട്ട് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് പൊടിച്ച് അതിലിട്ടൊന്ന് ഫ്രൈ പോലെ ആക്കിയെടുക്കാം. അത് ചിക്കൻ മാറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് സവാളയും കൂടി ഇട്ട് ഒന്ന് ഇത് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. സവാളയ്ക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ചേർക്കണേ. എല്ലാത്തിലും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് അത് നോക്കി വേണം ചേർക്കാനായിട്ട്. അതൊന്ന് ഇതായി വരുമ്പോഴേക്കും കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ടൊമാറ്റോ കച്ചപ്പ് ചേർക്കാം. കുറച്ച് കുരുമുളക്, കുറച്ച് മല്ലിയില, ഇതെല്ലാം കൂടി ചേർത്ത് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ചേർത്തിട്ട് അതിനെ ഒന്ന് കുറുക്കി തീ അണച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്തയെ അതിലോട്ട് തട്ടിയിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. ആ സമയത്ത് ഫോൺ ഓഫ് ആയിപ്പോയി കേട്ടോ, അപ്പോൾ അത് എടുക്കാൻ പറ്റിയില്ല. വേറെ ഒന്നുമില്ല, അത് മിക്സ് ആക്കുന്നത് മാത്രമേ ഉള്ളൂ. ചീസ് ഉണ്ടെങ്കിൽ മുകളിലൊന്ന് സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാനല്ല, മോളാണ് ഉണ്ടാക്കിയത്. നല്ല രുചിയുണ്ടായിരുന്നു. എനിക്ക് പൊതുവേ പാസ്ത ഇഷ്ടമില്ല, പക്ഷേ ഇത് കഴിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും കേട്ടോ.